നമ്മളെ ഹൃദയം കൊണ്ട് കേൾക്കുമെന്ന് ഉറപ്പുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയെ നമ്മുടെ ലൈഫിൽ ഉണ്ടാവണം. നിങ്ങൾ സങ്കടത്തിലിരിക്കുമ്പോഴും സന്തോഷത്തിലിരിക്കുമ്പോഴും എക്സൈറ്റ്മെന്റിലിരിക്കുമ്പോഴും തീരുമാനങ്ങൾ എടുക്കാൻ പോകണ്ട. ഏത് കുഞ്ഞും ഏത് വലിയ ആളും എത്ര സമ്പന്നനും എത്ര ദരിദ്രനും ഒക്കെ അനുഭവിക്കുന്ന ഫേസസ് ആണ് നമ്മൾ സംസാരിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു 18+ മക്കളോട് അഡ്വൈസ് എനിക്ക് ഇഷ്ടമല്ല, എന്നെ അഡ്വൈസ് ചെയ്യുന്നത്. അപ്പൊ ആർക്കും അഡ്വൈസിങ് അത്ര ഇഷ്ടമുണ്ടാവില്ല. കോമൺ ആയിട്ട് ആളുകൾക്ക് അറിയില്ലാത്ത അല്ലെങ്കിൽ എപ്പോഴും കൺഫ്യൂഷൻ ഉള്ള ഒരു കാര്യമുണ്ട്. നമുക്കൊരു പ്രശ്നം വന്നാൽ നമ്മൾ ആരെ അഭിമുഖീകരിക്കണം? സൈക്കോളജിസ്റ്റ് ആരാണ്? സൈക്കാട്രിസ്റ്റ് ആരാണ്? സൈക്കോളജിസ്റ്റിനെ ടു ഐ കോണ്ടാക്ടിൽ സംസാരിക്കാൻ ആൾക്കാർക്ക് പേടിയാണ്. എന്താ? നമ്മൾ മറ്റേ സാധനം മനസ്സും ഭാവിയും ഭൂതവും ഒക്കെ പറയും. ഇല്ല കേട്ടോ, അങ്ങനെ ഒരു സംഭവമേ ഇല്ല. നമ്മൾ ആരും അങ്ങനെയുള്ള ആസ്ട്രോളജി പഠിച്ച ആൾക്കാരല്ല, നമ്മൾ മനഃശാസ്ത്രം പഠിച്ച ആൾക്കാരാണ്. ഒരാളുടെ വിഷമത്തെ, ബുദ്ധിമുട്ടിനെ, മനസ്സിന്റെ ശാസ്ത്രം പഠിച്ച് അവരെ സഹായിക്കാൻ ഉതകുന്ന ആൾക്കാരാണ് സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ നമുക്കൊരു മാനസിക ബുദ്ധിമുട്ട് വന്നാൽ, ഒരു വല്ലാത്ത സങ്കടം, അതിൽ നിന്ന് നമുക്ക് കരകയറാൻ പറ്റുന്നില്ല, കുടുംബ പ്രശ്നം അല്ലെങ്കിൽ ബിസിനസ്സിലുള്ള ബുദ്ധിമുട്ട്, നമുക്ക് എന്താണോ നമ്മുടെ ദൈനംദിന ജീവിതത്തിനെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ആ പ്രശ്നം വരുന്ന സമയത്ത് നമുക്ക് കൺസൾട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് വിഭാഗക്കാരാണ് സൈക്കോളജിസ്റ്റ്. ഇനി സൈക്യാട്രിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവര് മനഃശാസ്ത്ര മനോരോഗ വിദഗ്ധരാണ്. അവർ MBBS MD ഡോക്ടേഴ്സ് ആണ്. അവർക്ക് മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്ത് തരാൻ പറ്റും. മനസ്സിനെ ബാധിക്കുന്ന രോഗങ്ങളെ ചികിത്സിക്കാൻ, മെഡിസിൻ കൊണ്ട് ചികിത്സിക്കാൻ കഴിയുന്ന ആൾക്കാരാണ് സൈക്യാട്രിസ്റ്റ്. അപ്പൊ ഇത് രണ്ടും നമ്മൾ ഇവിടെ ഇരിക്കുന്ന ആർക്കും ഇനി കൺഫ്യൂഷൻ വരാൻ പാടില്ല. അപ്പൊ നമുക്കൊരു കുടുംബ പ്രശ്നം വന്നാലോ, നമുക്ക് ഒരു 2 ആഴ്ചയിലധികം നമുക്ക് മനസ്സിന് ബുദ്ധിമുട്ട്, ടെൻഷൻ ആയിക്കോട്ടെ, വിഷമം ആയിക്കോട്ടെ, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത തരത്തിൽ നമ്മളെ ശരീരമായിട്ട് പോലും തളർത്തി കളയുന്ന ബുദ്ധിമുട്ടുകൾ വന്നാൽ നിങ്ങൾ ആദ്യം കൺസൾട്ട് ചെയ്യേണ്ടത് സൈക്കോളജിസ്റ്റിനെയാണ്. അവിടെ നിന്ന് നിങ്ങൾക്ക് മെഡിസിനൽ ഹെൽപ്പോട് കൂടി അതിനെ ക്യൂർ ചെയ്യണം എന്നാണെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് റെഫറൻസ് കിട്ടും. അപ്പൊ ആദ്യം സൈക്യാട്രിസ്റ്റിന്റെ അടുത്ത് ചെയ്യാൻ, ഞാൻ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്നതല്ല, ക്ലാരിറ്റി തരുന്നതാണ്. നമ്മൾ സാധാരണ ആളുകൾക്ക്, ഇപ്പൊ എന്നെ പോലുള്ള സാധാരണ ആളുകൾക്ക് ഫീൽഡിൽ വരുന്നതിന് മുന്നേ എനിക്കും ഒരു ഐഡിയ ഇല്ല, എവിടെ പോണം, എന്ത് പോണം, എന്താ ഹെൽപ്പ്, കൗൺസിലിങ്ങിന് പോയാൽ പ്രാന്താന്ന് പറയാം, ഒരിക്കലും ഇല്ല. അങ്ങനെയല്ല, അത് തെറ്റായ ധാരണയാണ്. ഇവിടെ ഇരിക്കുന്ന ഇത്രയും ആളുകളെങ്കിലും മനസ്സിലാക്കണം, എനിക്കൊരു പ്രശ്നമുണ്ട്, എന്റെ പ്രശ്നം എനിക്ക് സോൾവ് ചെയ്യണം എന്ന് അറിയാത്ത ആളുകളെയാണ്, അല്ലെങ്കിൽ എനിക്കൊരു പ്രോബ്ലം ഇല്ല, ഞാനല്ല പ്രശ്നം, മറ്റവരാണ് പ്രശ്നം എന്ന് പറയുന്ന ആളുകൾക്കാണ് സൈക്യാട്രി മെഡിസിന്റെ ആവശ്യമുള്ളൂ. ഐ ഹോപ്പ് ഈ സൈക്കോളജിസ്റ്റ്, സൈക്യാട്രിസ്റ്റ് എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം. ക്രൈസിസ് മാനേജ്മെന്റ് ആണ്. അതായത് നമുക്കൊരു ദുരന്ത സാഹചര്യം വന്നാല്, അല്ലെങ്കിൽ ഒരു അടിയന്തര സാഹചര്യം വന്നാല്, ഇപ്പൊ നമ്മുടെ നാട്ടിൽ വന്ന ഈ അടുത്ത് വന്ന ഉരുൾപൊട്ടൽ അല്ലെ, വയനാട് നടന്ന ഉരുൾപൊട്ടല്, നമുക്ക് എല്ലാവർക്കും ഒരേപോലെ ബാധിച്ച കോവിഡ്, ഇതൊക്കെയാണ് അടിയന്തര സാഹചര്യങ്ങൾ പബ്ലിക്കലി പറഞ്ഞു കഴിഞ്ഞാല്. നമുക്ക് ഓരോരുത്തർക്കും ഇല്ലേ അടിയന്തര സാഹചര്യങ്ങളിൽ? നമ്മൾ എല്ലാവരും ഫേസ് ചെയ്യുന്നില്ലേ ഓരോ ക്രൈസിസ് ഫേസ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ നമ്മുടെ കൂട്ടത്തിൽ? ഉണ്ടാവില്ല, ഒന്നല്ലെങ്കിൽ മറ്റൊന്നായിട്ട് ഉണ്ടാവും അല്ലെ. അപ്പൊ നമ്മുടെ പേഴ്സണൽ ലൈഫില് ഒരു ക്രൈസിസ് വന്നാൽ അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അതിനെ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ള കുറച്ച് ടിപ്സ് നിങ്ങൾക്ക് പറഞ്ഞുതരാനാണ് ഫസ്റ്റ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ ക്രൈസിസ് വരാൻ നമ്മൾ വെയിറ്റ് ചെയ്യരുത്. അതിന് മുന്നേ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാൻ മെഡിറ്റേഷൻ, യോഗ, നിങ്ങൾ ഇപ്പൊ ഇവിടെ ചെയ്യുന്ന നടക്കല്, എക്സസൈസസ് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. നമ്മുടെ മനസ്സിനെ ഒന്ന് ശാന്തമാക്കാനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നേരത്തെ ചെയ്യാം. വരുന്ന എല്ലാ ഇമോഷൻസും ഒരുമിച്ച് പ്രോസസ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ സ്റ്റക്ക് ആവും, അല്ലെങ്കിൽ നമുക്കൊരു റിസൾട്ട്, അല്ലെങ്കിൽ ആ ക്രൈസിസിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഒരിക്കലും അതിനൊരു ഗുണം നമുക്ക് കിട്ടില്ല. നമ്മുടെ ഉള്ളിലുള്ള നമ്മള് കേപ്പബിൾ ആണ്, നമ്മൾ റെഡിയാണ്, നമ്മളൊന്ന് അറിഞ്ഞാൽ മതി. നമ്മളൊന്ന് അറിഞ്ഞാൽ മതി. അപ്പൊ നമ്മൾ ഇതിനു മുന്നേ സോൾവ് ചെയ്തിട്ടുള്ള നമ്മുടെ ലൈഫിലെ പ്രശ്നങ്ങളായിരിക്കും നമ്മുടെ സ്ട്രെങ്ത്, പോസിറ്റീവ് തോട്ട്. നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുക. ആ പ്ലാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ മോട്ടിവേഷൻ നഷ്ടപ്പെടുന്ന സമയം, എല്ലാ മനുഷ്യരും, ഏത് കുഞ്ഞും ഏത് വലിയ ആളും എത്ര സമ്പന്നനും എത്ര ദരിദ്രനും ഒക്കെ അനുഭവിക്കുന്ന ഫേസസ് ആണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോ നമ്മൾ അതിനെപ്പറ്റി എന്ത് ചെയ്യുക? ഓക്കെ, ഞാൻ എൻ്റെ ലൈഫിൽ ഇന്ന കാര്യം ചെയ്തിട്ടുണ്ടല്ലോ, അപ്പൊ എനിക്കിത് ചെയ്യാൻ സാധിക്കും. നമ്മൾ തന്നെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാണ്. സെൽഫ് മോട്ടിവേഷൻ, പുറത്തുനിന്നൊരു മോട്ടിവേഷൻ നമ്മൾ ആ സമയത്ത് എക്സ്പെക്ട് ചെയ്യുന്നില്ല. ജസ്റ്റ് ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. നമ്മൾ സ്വയം നമ്മളെ ഒന്ന് ടേക്ക് കെയർ ചെയ്യുക. നമ്മൾ വേറൊരാൾ എന്നെ ചെയ്യാൻ എക്സ്പെക്ട് ചെയ്യുന്നിടത്താണ് നമ്മൾ തോറ്റു പോവാണ്. നമ്മൾ തന്നെ മുട്ടുകുത്തി കൊടുക്കുകയാണ് മറ്റുള്ളവരുടെ മുമ്പില്, നമ്മുടെ ക്രൈസിസിന്റെ മുന്നില്. നിങ്ങളെ തന്നെ ടേക്ക് കെയർ ചെയ്യുക. ഒരു ഗ്ലാസ് പാല് കാച്ചി കുടിച്ചാൽ നമുക്ക് എന്ത് സംഭവിക്കും? ഒരു മുട്ട പുഴുങ്ങി കഴിച്ചാൽ എന്ത് സംഭവിക്കും? ഒന്ന് പുറത്തിറങ്ങി ഒന്ന് നടന്ന് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള നമ്മുടെ സുഹൃത്തുക്കളോടൊന്ന് സംസാരിക്കുക. ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. നിങ്ങൾക്ക് എന്താണോ വേണ്ടത്
അത് നിങ്ങൾ ചെയ്യുക. അപ്പൊ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് പരിപോഷിപ്പിച്ച് നമ്മളൊന്ന് റെഡിയായി വരുന്ന സമയത്ത് നമുക്ക് പറ്റുന്നില്ല. ഒരു 2 ആഴ്ചയിലധികമായിട്ട് ശ്രമങ്ങൾ ഒരുപാട് നടത്തി, പക്ഷെ ഈ ക്രൈസിസിൽ നിന്നും എനിക്ക് മുന്നോട്ട് കയറാൻ പറ്റുന്നില്ല, എനിക്ക് കുറച്ച് ഹെൽപ്പ് വേണമെന്ന് തോന്നിയാൽ പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുക. സുഹൃത്തുക്കളോടും കുടുംബാംഗങ്ങളോടും ഒക്കെ നമുക്ക് തുറന്ന് സംസാരിക്കാൻ പറ്റും. അവർക്ക് നമ്മളെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല, അല്ലെങ്കിൽ ഗൈഡ് ചെയ്ത് ഫെയിൽ ആവുന്ന പല അവസ്ഥകളും നമുക്ക് ഉണ്ടാവും. സോ പ്രൊഫഷണൽ ഹെൽപ്പ്, ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റോ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പെൻ പേപ്പർ വർക്ക്സ് ആണ് കൂടുതൽ ചെയ്യുക, തെറപ്പീസ് ചെയ്യും, നമ്മളും അവരും ഒക്കെ തെറപ്പീസ് ചെയ്യും. അപ്പൊ ആ ഹെൽപ്പ് നിങ്ങൾക്ക് എടുക്കാം. ഒരു സഹായം, എനിക്കൊരു ആരോടെങ്കിലും ഒന്ന് തുറന്നു പറഞ്ഞ്, ഒരു തേർഡ് പേഴ്സണോട് തുറന്നു പറഞ്ഞ് അവരുടെ ഗൈഡൻസ് എന്താണ്, അവരുടെ ഒപ്പീനിയൻ എന്താണെന്ന് നമുക്ക് കേട്ട് അങ്ങനെ ഒരു ഹെൽപ്പ് എടുക്കാം. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് നമ്മളിൽ എന്തുണ്ടാവണം, ട്രസ്റ്റ് ഉണ്ടാവണം. ഇപ്പൊ പുറത്തുനിന്ന് ഒരാൾ പറയാണ്, ഓ നിന്റെ ഒരു അവസ്ഥ എന്താ അല്ലേ, ഇത്രയും മരണം സംഭവിച്ചല്ലേ, ഓ നീ ഇത്രയും വിഷമിക്കുകയാണല്ലേ, നിനക്ക് ഇത്രയും പൈസ നഷ്ടപ്പെട്ടല്ലേ. ദൈവം നമ്മുടെ ഉള്ളിൽ തന്നിട്ടുള്ള ആ കഴിവിനെ, ആ ട്രസ്റ്റിനെ നമ്മൾ കാണാതെ മറ്റുള്ളവർ നമ്മളോട് പറയുന്ന കമന്റ്സിലുള്ള ട്രസ്റ്റിനെ നമ്മൾ വിശ്വസിച്ചിട്ട് നമ്മൾ എങ്ങോട്ട് പോകും, നേരെ താഴെ പോവാൻ നോക്കും. അതിന് നിൽക്കാതെ ട്രസ്റ്റ് യുവർ സെൽഫ്, നിങ്ങളിൽ വിശ്വസിക്കുക. പ്രത്യേകിച്ച് കുഞ്ഞു മക്കളില് നമ്മൾ ട്രസ്റ്റ് ഉണ്ടാകണം. അവരൊന്ന് ചെയ്തൊന്ന് വീഴുമ്പോ അവരെ എണീപ്പിച്ച് സാരില്ല, ഇറ്റ്സ് ഓക്കെ, ഞങ്ങളും കുറെ വീണിട്ടുണ്ട്, നീ ധൈര്യമായിട്ട് മുന്നോട്ട് പോകും. അല്ലെങ്കിൽ വീഴുമ്പോ തന്നെ ഓടിപ്പോയിട്ട് നമ്മൾ അയ്യോ ഇനി ഓടണ്ട, ഇനി മത്സരത്തിനൊന്നും പോകണ്ട, നീ വീണ് അല്ലെ. ഇത് നമ്മൾ കുട്ടികളിൽ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ പാരന്റിങ് റിലേറ്റ് ആവുന്നുണ്ട് അല്ലെ. പക്ഷെ നമ്മുടെ ലൈഫിൽ പറയുമ്പോഴോ നിങ്ങൾ ചിന്തിച്ചാൽ മതി, നമ്മളും നമ്മളിൽ ട്രസ്റ്റ് ചെയ്യാം. 10 വർഷമായിട്ട് ഒരുപാട് ആളുകളുടെ ലൈഫിൽ എനിക്ക് ഇടപെടാനും സംസാരിക്കാനും വേദികളിൽ സംസാരിക്കാനും ഒക്കെ അവസരം കിട്ടുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് ഞാനിപ്പോ മനസ്സിലാക്കുന്നത്, ഐ ട്രസ്റ്റ് മൈസെൽഫ്, ഞാൻ എന്നിൽ വിശ്വസിച്ചിട്ട്. മനസ്സ് ഭയങ്കര ബുദ്ധിമുട്ടിലിരിക്കുന്ന, ആ ക്രൈസിസിലിരിക്കുന്ന നമുക്ക് ഏറ്റവും വിശ്വാസമുള്ള, നമ്മളെ ഹൃദയം കൊണ്ട് കേൾക്കുമെന്ന് ഉറപ്പുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയെ നമ്മുടെ ലൈഫിൽ ഉണ്ടാവണം. അവരോട് നമ്മൾ തുറന്ന് സംസാരിക്കണം. ഇനി ആ മറ്റൊരാളുടെ ലൈഫിൽ നമ്മളാണ് ആ വ്യക്തി എന്ന് വിചാരിച്ചോ, നമ്മൾ എങ്ങനെ കേൾക്കണം അവര് വന്ന് നമ്മളോട് അവരുടെ സങ്കടം പറയാണ്, കുടുംബ പ്രശ്നം പറയാണ്, നമ്മൾ എങ്ങനെ കേൾക്കണം, ഹൃദയം കൊണ്ട് കേൾക്കുക. അവരുടെ ലൈഫിലുള്ള സംഭവം നാളെ നമ്മുടെ ലൈഫിൽ വരാൻ വലിയ ഡിസ്റ്റൻസ് ഒന്നുമില്ല. അത്രയും മാജിക്കൽ, അല്ലെങ്കിൽ അത്രയും സിമ്പിൾ ആണ് ലൈഫ് അല്ലെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് ഏറ്റവും ഹൃദയം കൊണ്ട് നമ്മളെ കേൾക്കുമെന്ന് ഉറപ്പുള്ള ഒരു വ്യക്തിയെ നമ്മുടെ ലിസ്റ്റിൽ ഉണ്ടാവണം. ഒരു സുഹൃത്തോ, അല്ലെങ്കിൽ നമ്മുടെ പാരന്റ്സോ അല്ലെങ്കിൽ ഹസ്ബൻഡോ, ആരെങ്കിലും ഒരാള് ആ ലിസ്റ്റിൽ ഉണ്ടാവണം. തുറന്ന് സംസാരിക്കണം. ഇനി നമ്മൾ മറ്റുള്ളവരുടെ ലിസ്റ്റിലുള്ള ആളാണെങ്കിൽ ഹൃദയം കൊണ്ട് കേൾക്കുക, അവരെ ആ വിഷമത്തിൽ നമ്മൾ കൂടെ നിൽക്കുക. അവിടെ നമ്മൾ പോയിട്ട് നമ്മുടെ വലുപ്പം പറയാനോ, നമ്മൾ അവർക്ക് വലിയ വലിയ സൊല്യൂഷൻസ് കൊടുക്കാനോ നോ നീഡ്, അതൊന്നും നമ്മൾ ചെയ്യണ്ട. കേട്ടാ മതി. കേട്ട് കഴിയുമ്പോൾ തന്നെ അവരുടെ മനസ്സിന് കിട്ടുന്നൊരു സമാധാനമുണ്ട്. അവിടെയാണ് നമ്മുടെ ആ റിലേഷൻഷിപ്പ് ബെറ്റർ ആവുന്നത്. നിങ്ങൾ സങ്കടത്തിലിരിക്കുമ്പോഴും സന്തോഷത്തിലിരിക്കുമ്പോഴും എക്സൈറ്റ്മെന്റിലിരിക്കുമ്പോഴും തീരുമാനങ്ങൾ എടുക്കാൻ പോകണ്ട. ആ സന്തോഷത്തെ, ആ എക്സൈറ്റ്മെന്റിനെ, ആ സങ്കടത്തെ അങ്ങ് ആയിരിക്കുക. അപ്പൊ മറ്റുള്ളവർ എന്നെ ദേഷ്യം പിടിപ്പിച്ചു എന്ന് പറയുന്നതിൽ ഇനി കാര്യമില്ല. ഇനി അങ്ങനെ പറയണ്ട. ഞാൻ തീരുമാനിക്കണം എന്റെ ദേഷ്യം ഞാൻ എത്ര എക്സ്റ്റെന്റ് വരെ റിയാക്ട് ചെയ്യണമെങ്കിൽ ഏത് എക്സ്റ്റെന്റ് വരെ റിയാക്ട് ചെയ്യണം എന്ന് ഞാൻ തീരുമാനിക്കണം. നിങ്ങൾ എന്തൊക്കെയല്ലേ അല്ലെ, മറ്റുള്ളവർ എന്നെ പറ്റി അങ്ങനെ പറയണ്ട, നല്ലത് മാത്രം പറഞ്ഞാൽ മതി, നടക്കും അല്ലെ. നിങ്ങൾ ചെന്നാ മതി, അവർക്ക് ഇഷ്ടമുള്ളതല്ലേ അവര് പറയുള്ളൂ. നമുക്ക് ഇഷ്ടമുള്ളത് ആര് പറയണം? നമ്മൾ പറയണം. ഭയങ്കര സുന്ദരിയാണ്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറയും, നമ്മുടെ വാല്യൂ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക, നമ്മളെ സ്നേഹിക്കുക, നമ്മുടെ വാല്യൂ നമ്മളോട് പറയുക. ചിലപ്പോൾ സെൽഫ് ടോക്ക് ഒക്കെ ഹെൽപ്പ് ചെയ്യും നമ്മളെ. സാരില്ല, അവർക്ക് വേണ്ടെങ്കിൽ അവരെക്കാൾ ബെറ്റർ ഗ്രൂപ്പിന് അപ്പൊ നമ്മുടെ മനസ്സെന്താണ്, അവരെക്കാൾ ഒരു അടിപൊളി ആൾക്കാരെ നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കും അല്ലെ. വി ആർ വെരി നൈസ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ ചോദ്യം പറഞ്ഞതുകൊണ്ട് ഞാൻ ഒരു കാര്യം ഓർക്കാണ്. കമ്മ്യൂണിക്കേഷൻ ആ പ്രശ്നം അല്ലെ. മക്കളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ, ഭാര്യയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ, ഇൻലോസിനോട് അല്ലെങ്കിൽ കൊളീഗ്സിനോട്, ഫ്രണ്ട്സിനോട് സംസാരിക്കുമ്പോൾ, നമ്മൾ ഇടപെടുമ്പോൾ, ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ എപ്പോഴും ഫ്രിക്ഷൻ ആണ്. എന്തുകൊണ്ടാണെന്നറിയാവോ? പേഴ്സൺ എ ആൻഡ് പേഴ്സൺ ബി, രണ്ടാളുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ 3 ഈഗോ സ്റ്റേറ്റ് ഉണ്ട്. മറ്റേ ഈഗോ അല്ല, ഞാനൊരു സംഭവമാണെന്നുള്ള ഈഗോ അല്ല, 3 ഈഗോ സ്റ്റേറ്റ് വർക്ക് ചെയ്യും. ഇത് നിങ്ങൾക്ക് മരണം വരെ ഉപയോഗിക്കാൻ പറ്റുന്ന ദ ബെസ്റ്റ് ടിപ്പാണ്. സോ 1 പാരന്റൽ ഈഗോ, 2 അഡൽട്ട് ഈഗോ, 3 ചൈൽഡ് ഈഗോ. നമ്മളെല്ലാവരും ഈ ഈഗോ സ്റ്റേറ്റിൽ പല സമയങ്ങളിലും ആയിരിക്കും. പേഴ്സൺ എയും പേഴ്സൺ ബിയും ആയിരിക്കും. ഈ പാരന്റൽ ഈഗോയുടെ പ്രശ്നം എന്താണെന്നറിയോ? വിൽ ഓൾവേസ് അഡ്വൈസ് പീപ്പിൾ. അല്ലെങ്കിൽ നമ്മൾ ഭാര്യയോട് പോയിട്ട് നീ അത് ചെയ്തില്ലേ, നീ ഇത് ചെയ്തില്ലേ, നീ അത് ചെയ്യണം, വി ആർ ഓർഡറിങ്. നമ്മുടെ പാരന്റൽ സൈഡിൽ ഉണ്ടായിരുന്ന വ്യക്തികൾ നമ്മളോട് എങ്ങനെയാണോ ബിഹേവ് ചെയ്തത്, അതേ സാധനം നമ്മൾ എന്ത് ചെയ്യും,
നമ്മൾ ത്രൂ ഔട്ട് ദ ലൈഫ് നമ്മൾ പാരന്റിങ് സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു പ്രായമുണ്ട്. അവിടെ നമ്മൾ പാരന്റിങ് സ്റ്റോപ്പ് ചെയ്യാം. നമ്മൾ ഈ പാരന്റൽ സ്റ്റേറ്റിൽ ഇരുന്ന് സംസാരിക്കും. അപ്പൊ അപ്പുറത്തിരിക്കുന്ന ആള് ഭാര്യ കൂടുതൽ സമയം ഏത് സ്റ്റേറ്റിലായിരിക്കും അറിയോ? ചൈൽഡ് ഈഗോ സ്റ്റേറ്റിലായിരിക്കും. ചൈൽഡ് ഈഗോ സ്റ്റേറ്റ് എന്താണെന്നറിയോ? താൻ അങ്ങനെ ചെയ്തല്ലേ, കാണിച്ചു തരാം, ഇന്ന് ചായ ഇല്ല, അല്ലെങ്കിൽ വാശി, അല്ലെങ്കിൽ ഒരു 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 തരത്തിലുള്ള നമ്മളോട് ഒരു തരത്തിലുള്ള ബിഹേവിയർ കുട്ടികൾ കാണിക്കുന്ന പോലെ ഭ്രാന്ത് പിടിച്ച സ്വഭാവം കാണിക്കുക, കരയുക, ബഹളം ഉണ്ടാക്കുക. അതൊക്കെ കൂടുതൽ ഞങ്ങൾ ഗേൾസ് കാണിക്കുന്നതായതുകൊണ്ടാണ് നമ്മൾ ഗേൾസ് ഒരു ചൈൽഡ് ഈഗോ സ്റ്റേറ്റിലായിരിക്കും. അപ്പൊ ഹസ്ബൻഡ് പാരന്റ് ഈഗോ സ്റ്റേറ്റ് ആയിരിക്കുമ്പോൾ നമ്മുടെ വൈഫ് ഏത് ഈഗോ സ്റ്റേറ്റിലാണ്? ചൈൽഡ് ഈഗോ സ്റ്റേറ്റിലാണ്. അവിടെ ട്രാൻസാക്ഷൻ ഒരിക്കലും പാരലൽ ആവുന്നില്ല, കറക്റ്റ് ആയിട്ട് പോകുന്നില്ല. അവിടെ ക്രോസ് ആണ്. മറ്റേ ആൾ ഓർഡർ ചെയ്യുന്നു, ഇയാള് വാശി പിടിക്കുന്നു. അപ്പൊ ഇവിടെ അയാൾ പറയാൻ ഉദ്ദേശിച്ചത് ഇപ്പുറത്തേക്ക് വരുന്നുമില്ല, ഇയാളുടെ വിഷമം അപ്പുറത്തേക്ക് ബൈപ്പാസ് ചെയ്യുന്നില്ല. പകരം എന്താണ്? പൊരിഞ്ഞടി. ഞങ്ങളെ പോലുള്ള ആൾക്കാർക്ക് നല്ല തിരക്ക് അല്ലെ? കപ്പിൾ കൗൺസിലിങ്ങിന് ഇഷ്ടം പോലെ ആൾക്കാർ. വൈ? ബിക്കോസ് ഈഗോ സ്റ്റേറ്റുകൾ തമ്മിൽ ഇടിയാണ്. ഇനി അടുത്ത ഈഗോ സ്റ്റേറ്റ്, ബെസ്റ്റ് ഈഗോ സ്റ്റേറ്റ്, അഡൽട്ട് ഈഗോ സ്റ്റേറ്റ്. ഇപ്പൊ സാർ ചോദിച്ചതിന് ഉത്തരം നമ്മൾ അഡൽട്ട് ഈഗോ സ്റ്റേറ്റിൽ ഇരിക്കുക. പാരന്റിങ് ഒരു 18-19 വേണ്ട, ഒരു 20-25 ഇയേഴ്സിനുള്ളിൽ സ്റ്റോപ്പ് ചെയ്യാം. പിന്നെയും പാരന്റിങ് ചെയ്യണ്ട. പിന്നെ നമ്മൾ പോകേണ്ടത് അഡൽട്ട് ഈഗോ സ്റ്റേറ്റിലേക്കാണ്. എടാ മോനെ, നീ നമ്മൾ കൂട്ടുകാരെ പോലെ എന്നൊക്കെ പണ്ട് പറയുമല്ലോ, ഫ്രണ്ട്സ് ആയിട്ട് കണക്കാക്കാം. ഭയങ്കര ഫ്രണ്ട് ആയിട്ടല്ലെങ്കിലും ഒരു ഡിസിഷൻ നമ്മൾ കുടുംബത്തിൽ എടുക്കുന്ന സമയത്ത് മക്കളെയും കൂടെ പിടിച്ചു വെച്ചിട്ട്, എടാ മോനെ, ഞാൻ ഇതാ ഇങ്ങനെ ഒരു കാര്യം ആലോചിക്കുന്നുണ്ട്, നിന്റെ ഒപ്പീനിയൻ. വി ആർ ഇൻ അഡൽട്ട് സ്റ്റേറ്റ്. അപ്പൊ അവൻ വിചാരിക്കും, ഓ, ഞാനൊരു തീരുമാനം അഭിപ്രായമൊക്കെ പറയാൻ പാകത്തിന് വളർന്നെന്ന് അപ്പൻ തോന്നിയോ? അവന്റെ ഉള്ളിൽ എന്ത് ഫീലിംഗ് ആ വരണേ? ഒരു പ്രൗഡ് ഫീലിംഗ്, അല്ലെങ്കിൽ ഒരു സ്നേഹം. അച്ഛൻ എന്നെ കൺസിഡർ ചെയ്തല്ലോ എന്നുള്ളൊരു സ്നേഹം. വൈഫിനോടാണ്. ഇപ്പൊ നമ്മളൊരു കാറ് വാങ്ങാൻ പോവാണ്. അപ്പൊ വൈഫിന് കാറിനെ പറ്റി ABCD അറിയണ്ടാവില്ല. പക്ഷെ ചോദിക്കാമല്ലോ, നിനക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാണെന്ന് ചോദിക്കാമല്ലോ. അപ്പൊ അവര് പച്ച എന്ന് പറഞ്ഞാൽ ഓക്കെ, പച്ച അവർക്ക് ഇഷ്ടപ്പെട്ട കളറാണ്, അത് നമ്മുടെ കാശിന് ഒത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. ഒരു അഡൽട്ട് ഈഗോ സ്റ്റേറ്റിൽ നിന്നിട്ട് വേണം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. ഒരു പ്രശ്നത്തെ പറ്റി സംസാരിക്കുമ്പോഴും, നീ ഇന്നലെ അങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് ഫീൽ ആയത് ഇങ്ങനെയാണ്, നീ എന്നോട് ഇനി അങ്ങനെ സംസാരിക്കരുത്, എനിക്കത് ഭയങ്കര ഹേർട്ടാണ്, എനിക്കത് ഭയങ്കര സങ്കടമാണ്, പിന്നെ ചിലപ്പോൾ അത് ദേഷ്യമായിട്ട് മാറും. സോ അത് നീ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ അപ്പുറത്തുനിന്ന് ഞാൻ എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം എന്നറിയോ? നിങ്ങൾ ഇങ്ങനെ പറഞ്ഞില്ലേ മറ്റേയാളുടെ മുമ്പിൽ വെച്ച്, അതെനിക്ക് ഇൻസൾട്ട് ആയി. സി, ദേ ആർ ഇൻ അഡൽട്ട് ഈഗോ സ്റ്റേറ്റ്. അപ്പൊ പ്രശ്നം സൊല്യൂഷനിലേക്ക് വരികയാണ്. മറ്റേത് നമ്മൾ വാശി, നമ്മൾ ഭയങ്കരമായിട്ട് ഉപദേശിക്കുന്നു, നമ്മൾ അപ്പുറത്തുനിന്ന് കിട്ടുന്നത് മുഴുവനും എന്താണ്? വാശി, ദേഷ്യം, പ്രശ്നം, പിണങ്ങിപ്പോക്ക്, അടി, ഇടി, ബഹളം. ഇതാകുമ്പോ ഒരിക്കലും കമ്മ്യൂണിക്കേഷൻ അവിടെ നടക്കുന്നില്ല. സോ ഐ റിക്വസ്റ്റ് യു ടു ബി ഇൻ അഡൽട്ട് ഈഗോ സ്റ്റേറ്റ്. അഡൽട്ട് ഈഗോ സ്റ്റേറ്റിൽ നിന്നാൽ മക്കൾ, പ്രത്യേകിച്ച് ഒരു 18+ മക്കളോട് അഡ്വൈസ് എനിക്ക് ഇഷ്ടമല്ല, എന്നെ അഡ്വൈസ് ചെയ്യുന്നത്. അപ്പൊ ആർക്കും അഡ്വൈസിങ് അത്ര ഇഷ്ടം ഉണ്ടാവില്ല. അഡ്വൈസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ക്വാളിറ്റി ഉള്ളത് നിങ്ങളുടെ ക്വാളിറ്റിയാണ്, നിങ്ങൾക്ക് അത്ര അറിവുള്ളത് കൊണ്ടാണ്. അതിനൊരു അഡൽട്ട് ഈഗോ സ്റ്റേറ്റിൽ നിന്നുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ വളരെ അക്സെപ്റ്റബിൾ ആയിരിക്കും.